വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടി നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായിക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു. അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങൾ അവൻ ആരോടും പറഞ്ഞില്ല. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവും ഉത്ഥാനവും തൻ്റെ ശിഷ്യന്മാരെ അവിടുന്ന് അനുസ്മരിപ്പിക്കുകയായിരുന്നു. മനുഷ്യപുത്രൻ ജെറുസലേമിലേക്ക് പോകണം, പാടുപീഡകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണം. ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, വരാൻ പോകുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ട് അസ്വസ്ഥരാകാതെ വിശ്വസ്തയോടുകൂടി വിശ്വാസത്തോടുകൂടി ജീവിക്കുവാൻ അവരെ തയ്യാറാക്കുന്നതിന് വേണ്ടി അവിടുന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോകുന്ന അനുഭവമാണ് നാം കാണുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങളിലും ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് ഉള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വചനങ്ങളിലും ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് ഉള്ള സൂചന 3 സുവിശേഷകരും നൽകുന്നുണ്ട്. 3ഇടത്തും രൂപാന്തരീകരണം നടക്കുന്നത് പീഡാനുഭവങ്ങളുടെ വിചാരണ നൽകപ്പെടുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ്. എന്നാൽ സഭയിൽ ആരാധനാക്രമം അനുസരിച്ച് പെന്തിക്കോസ്തി കാലത്തിന് ശേഷമാണ് ഈ രൂപാന്തരീകരണ കാലഘട്ടം വരുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ രൂപാന്തരീകരണം ദൈവരാജ്യത്തിൻ്റെ പ്രതീകവും മുൻ ആസ്വാദനവുമാണ്. എങ്ങനെയായിരിക്കും ദൈവത്തിൻ്റെ രാജ്യം എന്ന് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോർടേസ്റ്റ്, മുൻ ആസ്വാദനം തൻ്റെ മക്കൾക്ക് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ട്. ഭാവിയിൽ സമാഗതമാകുന്ന ദൈവരാജ്യത്തിൻ്റെ ഉറപ്പുമാണ് ഈ രൂപാന്തരീകരണം എന്നുകൂടി നമുക്ക് കാണാൻ കഴിയുന്നു. വാക്കുകളിലൂടെ മാത്രം ഇതുവരെ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രബോധനം നൽകിയ യേശു തമ്പുരാൻ ദൈവരാജ്യത്തിൻ്റെ മഹത്വം തൻ്റെ ശിഷ്യന്മാർക്ക്, പത്രോസിനും യാക്കോബിനും യോഹന്നാനും
താബോർ മലയിൽ വെച്ച് അവിടുന്ന് രൂപാന്തരപ്പെട്ടപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. രൂപാന്തരീകരണത്തിലൂടെ വെളിവായി അനുധാവനം ചെയ്യുന്ന യേശുവിൻ്റെ വഴി അത് കുരിശിൻ്റെ വഴിയാണ്. അവൻ ദൈവപുത്രനാണ്. ഇവയൊക്കെ വ്യക്തമാക്കി കൊടുക്കുവാൻ അതുവഴിയായി സാധിക്കുന്നു. കുരിശിൻ്റെ വഴി മഹത്വത്തിലേക്ക് നയിക്കുമെന്ന് രൂപാന്തരീകരണത്തിൽ ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിക്ക് അലംഘനീയമായ ദൈവിക പദ്ധതിയുടെ പിൻബലമുണ്ടെന്ന് യേശു വെളിപ്പെടുത്തുന്നു. യേശയ്യാ പ്രവാചകൻ പ്രവചിച്ച ദ സഫറിംഗ് സെർവൻ്റ് ഓഫ് യാവേ, കർത്താവിൻ്റെ ദാസൻ, അത് യേശുവാണെന്നും അതിനാൽ യേശുവിന് സംഭവിക്കുന്നവയ്ക്ക് വ്യക്തിപരമായ മാനം മാത്രമല്ല വിശ്വവിശാലമായ ഒരു മാനം കൂടി ഉണ്ട് എന്നും രൂപാന്തരീകരണം വ്യക്തമാക്കുകയാണ്. സഹനത്തിലൂടെ മഹത്വത്തിലേക്കെന്ന ക്രൈസ്തവ ജീവിതക്രമം ഇവിടെ വ്യക്തമാക്കി കൊടുക്കുകയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ പാടുപീടുകൾ സഹിക്കണം, മരിക്കണം, മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ശിഷ്യന്മാർക്ക് അംഗീകരിക്കാനാവുന്നില്ല. അതുകൊണ്ടാണ് 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ശിഷ്യന്മാരുടെയും ജനക്കൂട്ടത്തിൻ്റെയും വിശ്വാസം വർദ്ധിപ്പിക്കുക എന്ന ഒരു ദൗത്യം കൂടി ഈ രൂപാന്തരീകരണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. രൂപാന്തരീകരണം സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന് മാത്രമല്ല, തന്നോടൊപ്പമായിരുന്ന പത്രോസിനും യാക്കോബിനും യോഹന്നാനും ലഭിക്കുകയാണ്. ഗലീലിയക്കടൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരെയാണല്ലോ അവിടുന്ന് ഈ 3 പേരെയും വിളിക്കുന്നത്, അവരെ തിരഞ്ഞെടുക്കുന്നത്. ശിഷ്യ സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് പത്രോസും യാക്കോബും യോഹന്നാനും എന്നുള്ളത് യേശുവിൻ്റെ ദിവ്യത്വം പ്രകാശിതമായ എല്ലാ സന്ദർഭങ്ങളിലും ഇവർ സന്നിഹിതരായിരുന്നു എന്നുള്ളതും നാം കാണുന്നുണ്ട്. യായിറോസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തുന്ന ആ പശ്ചാത്തലത്തിലും രൂപാന്തരീകരണത്തിലും ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രബോധനം നൽകുന്ന പശ്ചാത്തലത്തിലും ഗദസമയം തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിലും ഒക്കെ ഈ 3 പേരും യേശുവിനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവരിലൂടെ അവർക്ക് അനുഭവമാകുന്ന ആ സത്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവരെ ഉപകരണങ്ങളാക്കി മാറ്റുകയും കൂടിയാണ് യേശു തമ്പുരാൻ ചെയ്തത്. പ്രാർത്ഥിക്കുവാൻ അവൻ മലയിലേക്ക് കയറി. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ നാം കാണുന്നത് മലമുകൾ അനുഭവങ്ങളാണെന്നുള്ളത് നമുക്കറിയാം. ഹോറേബ് മലയിലാണെങ്കിലും കാർമല മലയിലാണെങ്കിലും സീനായി മലയിലാണെങ്കിലും ഒലിവ് മലയിലാണെങ്കിലും അവിടെയെല്ലാം മലയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടുതൽ സമീപസ്ഥനായിരിക്കുന്ന, ആ സാമീപ്യം കൂടുതൽ അടുത്ത് അനുഭവിക്കുന്ന ഉടമകളായി മാറുവാൻ അവരെ അവിടുന്ന് ഒരുക്കുകയായിരുന്നു. പുതിയ നിയമത്തിൽ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ആ ഭാഗം കാണുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവൻ മലമുകളിലേക്ക് കയറി തന്നോടുകൂടി ആയിരിക്കുവാൻ, ഐക്യപ്പെടുവാൻ, സാക്ഷികളായി ജീവിക്കുവാൻ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം നാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ രൂപാന്തരീകരണം വഴി ശിഷ്യരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശം കൂടി യേശുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ 3 പേരെയും കൂട്ടിക്കൊണ്ടു പോകുന്നത്. മെറ്റാമോർഫോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ രൂപാന്തരീകരണം എന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന വാക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം രൂപമാറ്റമുണ്ടായി, തേജസ്സോടെ കാണപ്പെട്ടു. ഇതൊക്കെയാണ് ഗ്രീക്ക് മൂലപദത്തിൽ നാം കാണുന്നത്. അപ്പോൾ തേജസ്സോടെ കാണപ്പെട്ടു, ഒരു മാറ്റം, രൂപത്തിൽ ഒരു മാറ്റമുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അവിടെ കാണുന്ന 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് മോശയും ഒന്ന് ഏലിയാവും. പഴയ നിയമത്തിലെ 2 ചരിത്ര പുരുഷന്മാരെയാണ് നാം അവിടെ കാണുന്നത്.
ചരിത്രമെന്ന് പറയുന്ന ഇന്നലെയും ഇന്നും നാളെയുമായിട്ടുള്ള ആ ബന്ധമാണ്. ഇന്നലകളിൽ നമ്മെ നയിച്ച ദൈവം, ഇന്ന് യേശുക്രിസ്തുവിലൂടെ നമ്മെ നയിക്കുന്ന ദൈവം, നാളെ നമ്മെ അവിടുത്തെ സഭയിലൂടെ തമ്പുരാൻ്റെ സാന്നിധ്യം യേശുക്രിസ്തു നേടിത്തന്ന രക്ഷയിലൂടെ തൻ്റെ മക്കൾക്ക് സംലഭ്യമാക്കി കൊടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം. മോശ ഇസ്രയേൽ നേതൃത്വ നിരയിലെ 1-ാം സ്ഥാനക്കാരനാണ്. എന്തെല്ലാം കുറവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിക്കനായ എന്നെ അവർ കേൾക്കുകയില്ല നിശ്ചയമായെന്ന് യഹോവയോട് തുറന്നു പറഞ്ഞ വ്യക്തിയാണ് മോശ. ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുവാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുന്നു, നീ അവരെ വിമോചിപ്പിക്കണമെന്ന് പറഞ്ഞ് മോശയെ നിയോഗിച്ചപ്പോൾ തൻ്റെ കുറവുകളെക്കുറിച്ചുള്ള ബോധ്യത്തിൽ മറുപടി പറയുന്ന മോശ. എന്നാൽ സീനായ് മലയുടെ മുകളിൽ മോശയെ വിളിച്ച്, നീ നിൽക്കുന്ന ഭൂമി ശുദ്ധമുള്ള ഭൂമിയാണ്, അശുദ്ധത കടന്നു വരുവാൻ പാടില്ല, നിന്നെ ചെരുപ്പിൻ്റെ വാറഴിച്ച് മാറ്റണം എന്ന് പറയുന്ന ദൈവം ശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രക്രിയയിലൂടെ വിശുദ്ധിയുടേതായ അനുഭവം ഏറ്റുവാങ്ങുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. കത്തുന്ന മുൾപ്പടർപ്പ് കത്തുന്നില്ല, എന്നാൽ കത്തുന്നത് പോലെ തോന്നുകയാണ്. തമ്പുരാന് ജന്മം നൽകിയ പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യമാണ് അവിടെ നാം കാണുന്നത്. പരിശുദ്ധയായി ജീവിക്കുവാൻ കഴിഞ്ഞ അമ്മ, മുൾപ്പടർപ്പ് കത്തുന്നില്ല, പക്ഷേ കത്തുന്നത് പോലെ അനുഭവപ്പെടുകയാണ് ആളുകൾക്ക്. അമ്മയെക്കുറിച്ചുള്ള പരാമർശമാണ് അവിടെ നാം കാണുന്നത്. മോശയെ വിളിച്ച് സീനായ് മലയുടെ മുകളിൽ സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യ സമൂഹം അന്നും ഇന്നും എന്നും എങ്ങനെ ജീവിക്കണമെന്ന് തമ്പുരാൻ നിർദ്ദേശം കൊടുത്തു എങ്കിൽ ഈ കൽപ്പനകളിലാണ് പാലിക്കുവാൻ യേശു തമ്പുരാനും നമ്മെ ഓർമ്മിപ്പിച്ചത്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മോശ വഴി നൽകിയ ആ കൽപ്പനകൾ അഭംഗുരം പാലിച്ചുകൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു വരികിൽ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് അതുവഴി സാധിക്കും, ഈ കൽപ്പനകൾ പാലിക്കുന്നത് വഴി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിലെ എല്ലാ നിയമകോടതികളിലെയും നിയമങ്ങളുടെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഈ 10 കൽപ്പനകളുടെ വ്യാഖ്യാനമാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ മോശ ഇസ്രായേൽ നേതൃത്വ നിരയിൽ 1-ാം സ്ഥാനക്കാരനായി നിന്നുകൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ട് മരുഭൂമി യാത്രയിലെ പ്രതികൂലമായ സാഹചര്യങ്ങളെ, മരുഭൂമിയിലൂടെ കടന്നു പോകേണ്ടപ്പോൾ ചെങ്കടൽ കിടക്കേണ്ടതായ സാഹചര്യങ്ങളിലൊക്കെ എന്താണ് തമ്പുരാനെ നീ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടതനുസരിച്ച് തമ്പുരാൻ്റെ വാക്കുകൾക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിച്ചതിനാൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. തൻ്റെ നേതൃത്വം ജനങ്ങളെ അടിമത്തത്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു എന്ന് നാം കാണുകയാണ്. ദൈവം മുമ്പാകെയും ജനത്തിന് മുമ്പാകെയും അതുല്യനായ ഒരു മധ്യസ്ഥനായിട്ടാണ് മോശയെ നാം കാണുന്നത്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടും. മരുഭൂമിയിൽ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരമായി പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ പിത്തള സർപ്പത്തെ നോക്കിയവർ അനുതപിച്ച് രക്ഷപ്രാപിച്ചു, ഇല്ലെങ്കിൽ പാമ്പ് കടിയേറ്റവർ മരിക്കുമെന്നുള്ള ആ സത്യം അവിടെ അനുഭവമായിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ മോശ ജനത്തിന് അനുതാപത്തിലൂടെ അന്യജനം പ്രാപിക്കുവാൻ പിത്തള സർപ്പത്തെ ഉയർത്തത് എന്നുള്ളത് നമുക്കറിയാം. ഏലിയായെ സംബന്ധിച്ചിടത്തോളം ദൈവദർശനം ലഭിച്ച ഒരു വ്യക്തിയാണ് ഏലിയ. ഏലിയായെപ്പോൾ ഉജ്ജ്വലനെ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ ഏലിയ പ്രവാചകന്മാരിൽ ഉഗ്രനായ ഒരു വ്യക്തിയായിരുന്നു. കാലഘട്ടത്തിൻ്റെ സൂചനകളിലൂടെ എന്താണ് ദൈവം ആവശ്യപ്പെടുന്നതെന്ന് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവനായിരുന്നു ഏലിയ. ആ ഏലിയ പോലും തൻ്റെ ജീവിതത്തിൽ ഇനിയും മുമ്പോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏലിയായെ വിളിച്ചുണർത്തി, ഈ അപ്പം ഭക്ഷിക്കുക, ഈ വെള്ളം കുടിക്കുക, ബഹുദൂരം നിനക്ക് സഞ്ചരിക്കുവാനുണ്ട് എന്നുള്ള ബോധ്യം നൽകി ആ ഏലിയായെ നയിക്കുന്ന ദൈവം നമ്മെ ഓരോരുത്തരെയും
എത്ര അത്ഭുതകരമായി നയിക്കുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കണം. യേശുവിൻ്റെ യഥാർത്ഥ സ്വഭാവത്വത്തിൻ്റെ ആ ഒരു നിഗൂഢതയും ദൈവികതയും ഭൗതിക തലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. മോശയുടെയും ഏലിയായുടെയും ഒക്കെ സാന്നിധ്യം അതാണ് സൂചിപ്പിക്കുന്നത്. പരസ്യജീവിതത്തിൽ ഉടനീളം വളരെ ലാളിത്യത്തിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈശോയുടെ ജീവിതത്തിൽ നേതൃത്വം ഉന്നതമാണ് എന്ന രൂപാന്തരീകരണം സൂചിപ്പിക്കുന്നു. സ്വർഗീയരോട് സംഭാഷണം ചെയ്യുന്ന ഈശോ ദൈവിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുകയാണ്. ശിക്ഷകണത്തിൻ്റെ വക്താവായി മിക്കപ്പോഴും പത്രോസാണ് രംഗത്ത് വരുന്നത്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. മലമുകളിൽ ആയിരിക്കുന്നതിൻ്റെ സവിശേഷത മാഹാത്മ്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മറ്റെങ്ങുമായിരിക്കുമ്പോഴും ഇപ്രകാരം ഒരു അനുഭവമുണ്ടായില്ല. 3 കൂടാരങ്ങൾ, ഗ്രീക്ക് പദം സ്കേനെ എന്നാണ് അതിൻ്റെ അർത്ഥം, കുടിൽ എന്നാണ്. ആ കുടിൽ ആയിരുന്നു കൊണ്ട് താൽക്കാലികമായി മാത്രമല്ല നിരന്തരമായി ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുവാൻ അതുവഴി ഇടയാകും. അതുകൊണ്ടാണ് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൂടാരം നമ്മോടുകൂടെയെന്ന് വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾ നമ്മോടുകൂടിയുണ്ട്. അപ്പോൾ ദൈവത്തിന് കൂടാരം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൗത്യം നിറവേറ്റപ്പെടുവാൻ നാം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അതാണ് അത് നിത്യ അനുഭവമാക്കി മാറ്റുവാൻ കഴിയുന്നത്. മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. മേഘം എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പുതുയുഗത്തെ അത് സൂചിപ്പിക്കുകയാണ്. മേഘം വന്ന് മറച്ചു എന്ന് പറയുമ്പോൾ പഴയതിനെ മാറ്റിയെടുത്തുകൊണ്ട് പുതിയ ഒരു സന്ദേശം, ഒരു പുതുയുഗം യേശുക്രിസ്തുവിലൂടെ സംലഭ്യമാകുവാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. കുരിശൻ്റെ വഴിയാണ് യേശുവിൻ്റെ വഴി. എങ്കിലും അത് അതിഭൗതികമായ ഒരു തലം കൂടി അതിനുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ മേഘങ്ങളിൽ നിന്നുള്ള സ്വരം എന്ന വിവരണം സഹായിക്കുകയാണ്. യേശുവിൻ്റെ ദൈവത്വം, മഹത്വം, അസ്തിത്വം, സാംഗത്യം എന്നിവ താബോറിലെ രൂപാന്തരീകരണത്തിൽ എടുത്തു കാണിക്കുകയാണ്. യേശുവിൻ്റെ ദൈവത്വം ദൈവപിതാവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും പരസ്യമായി അംഗീകരിച്ച് താബോറിൽ ഏറ്റുപറയുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനെ ശ്രവിക്കുവീൻ എന്നുള്ള ആ വാക്ക് പരമപിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമം. യേശുവിൻ്റെ ജനനം, അവിടുത്തെ പീഡാനുഭവം, ദാരുണമായ മരണം എന്നിവ പഴയ നിയമ പ്രവാചകന്മാർ അനേക തവണ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. താബോറിലെ രൂപാന്തരീകരണത്തിൽ മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുവെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യഹോവയുടെ വിശ്വസ്തനായ നിയമസൂക്ഷിപ്പുകാരനായിരുന്നു മോശ. ആ നിയമം കാത്തു സൂക്ഷിക്കുവാൻ ഇന്ന് നമുക്ക് കഴിയേണ്ടത് നമ്മുടെ ജീവിത ശൈലിയിലൂടെയാണ്. യഹോവയുടെ നിയോഗങ്ങൾ തീഷ്ണതയോടെ മനസ്സിലാക്കിയ ഒരു പ്രവാചകനായിരുന്നു ഏലിയ. യേശുക്രിസ്തുവിൻ്റെ വരവ് നിയമങ്ങളുടെയും പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് എന്ന സൂചനയും ഇവിടെയുണ്ട്. പ്രിയ സഹോദരങ്ങളെ, മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം, സ്വർഗത്തു നിന്നുള്ള പുതിയ സ്വരം, മേഘങ്ങളുടെ പശ്ചാത്തലം, ഇവയെല്ലാം ശ്ലീഹന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നു. മേഘങ്ങളിൽ നിന്നുള്ള സ്വരം സ്വർഗീയ വെളിപ്പെടുത്തലിനെ ബൈബിൾ അവതരിപ്പിക്കുന്ന രീതിയാണ്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും
അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കുവാൻ അനുവദിച്ചത് എന്ന് പറയുമ്പോൾ തമ്പുരാൻ്റെ ശക്തി കാണിച്ചു തന്നുകൊണ്ട് അവിടുത്തെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കുവാൻ അവിടുന്ന് നമ്മെ നിയോഗിച്ചിരിക്കുകയാണ് ഈ താബോർ അനുഭവത്തിലൂടെ. നിയമ ആവർത്തന പുസ്തകം 4-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ നിന്നും ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്ന ഒരനുഭവം അവർ കാണുന്നുണ്ട്. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. ദൈവിക സത്യത്തിന് സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. പത്രോസ് സ്ത്രീഹന്മാരുടെ തലവനായി മാറി. യാക്കോബ് 12 പേരിൽ ആദ്യത്തെ രക്തസാക്ഷിയായി മാറുകയാണ്. യോഹന്നാൻ അന്ത്യത്താഴത്തിൽ കർത്താവിൻ്റെ മാർവിൽ ചാരിക്കടന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ ശിഷ്യൻ എന്ന് അറിയപ്പെടുവാൻ ഇടയായ ഒരു വ്യക്തിയാണ്. കുരിശിൻ ചുവട്ടിലും യേശുവിനോടൊപ്പം നിൽക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. മറ്റ് ശിഷ്യന്മാർ ആരും ഇല്ലാതിരുന്ന സാഹചര്യത്തിലും യോഹന്നാൻ അവനെ വിട്ടുപോയില്ല എന്നുള്ളത് നമുക്കറിയാം. 2 പേരുടെ സാക്ഷ്യം സത്യമാണ്. 1-2 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ 2 പേരുടെ സാക്ഷ്യം അത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം മോശയും ഏലിയായും ആ 2 പേരുടെ സാന്നിധ്യം ഒരു വലിയ സാക്ഷ്യമായി തന്നെ നിലകൊള്ളുന്നത് എന്നുള്ളത് നാം കാണുന്നു. ഇത് യേശുവിൻ്റെ പഠനങ്ങൾക്കും നിലപാടുകൾക്കും വിശ്വസനീയമായ ഒരനുഭവം നൽകുവാൻ കൂടി സാധിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ചില ഘടകങ്ങൾ രൂപാന്തര സമയത്ത് നടക്കുന്നുണ്ട്. യേശുവിൻ്റെ ബാഹ്യമായ രൂപത്തിൽ വന്ന മാറ്റങ്ങൾ, മോശയുടെയും ഏലിയായുടെയും സാന്നിധ്യം, അംഗീകാര മുദ്ര പോലെ സ്വർഗീയമായ സ്വരം യേശുവിൻ്റെ ദൈവത്വവും മഹത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ മഹത്വപരമായ അന്ത്യദിവസങ്ങളിലേക്ക് സ്ലീഹന്മാരെ ഒരുക്കുകയാണ്. യേശുവെന്ന സ്വർഗീയ രഹസ്യം അറിയുക എന്നത് ശിഷ്യത്വത്തിൻ്റെ ഭാഗമാണ്. തമ്പുരാൻ അവർക്ക് കാലാകാലങ്ങളിൽ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗുരുവെന്ന രഹസ്യം അറിയുമ്പോൾ അനുഗമിക്കുവാൻ മാധുര്യം കൂടുകയാണ്. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് അവൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആ കുരിശിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് അവനെ അനുഗമിക്കുവാൻ ഉള്ള ഒരു വിളിയാണ്. ഗുരുവിനെ പറ്റിയുള്ള അജ്ഞത ശിഷ്യത്വത്തിൻ്റെ വികലമായ ഒരനുഭവമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മുഖഭാവം മാറുന്നത്. സീനായ് മലയിലെ മോശയുടെ അനുഭവം വസ്ത്രം വെണ്മയോളം ശോഭിക്കുന്നു. അവിടുന്ന് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകുവാൻ പോകുന്ന അവൻ്റെ വേർപാടിൻ്റെ ഒരു സൂചന ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. ഒരു ഉള്ളിലേക്ക് അകത്തേക്ക് വരുന്ന അകപ്പാട് അവിടെ ആയിരിക്കുവാൻ മാത്രമല്ല, പുറപ്പെടാനുള്ള ഒരു എക്സോഡസിനുള്ള ഒരനുഭവം കൂടിയാണ്. അത് ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള പുറപ്പാടാണ് എന്നുള്ള സൂചന നൽകുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് പരമപിതാവ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനേക്കാൾ വലിയ ഒരു സാക്ഷ്യമില്ല. ഉയർന്ന മല പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് നൽകണം. യേശു ഒരു സൂര്യനെ പോലെ കാണപ്പെടുകയാണ്, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ. ആ വലിയ ശോഭ സീനായ് മലയിൽ മോശയ്ക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. താബോർ മലയിൽ പത്രോസിനും യാക്കോബിനും യോഹന്നാനും അനുഭവിക്കുവാൻ കഴിഞ്ഞു. ആ ഒരു വലിയ ശോഭ നമ്മിലുള്ള അന്ധകാരത്തെ അകറ്റി വിജ്ഞാനമാകുന്ന വിശാലമായ പ്രകാശം സ്വീകരിക്കുവാനും പകർന്നു കൊടുക്കുവാനും നമ്മെ സഹായിക്കട്ടെ. യേശു എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ്
ശിഷ്യന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഉയർന്ന മലയിൽ നിന്നും മറ്റുള്ളവർക്ക് ആ മല അനുഭവം, രൂപാന്തരീകരണ അനുഭവം സംലഭ്യമാക്കി കൊടുക്കുവാൻ തൻ്റെ ശിഷ്യന്മാരെ നിയോഗിച്ച അവിടുന്ന് ഇന്നും ആ മലമുകൾ അനുഭവത്തിലൂടെ തമ്പുരാനോടുകൂടി ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് പ്രഘോഷിക്കുവാൻ നമുക്കിടയാകട്ടെ. നമ്മിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കണം. പത്രോസിനും യാക്കോബിനും യോഹന്നാനും ഉണ്ടായ രൂപാന്തരീകരണം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരന്തരമായ രൂപാന്തരീകരണം ഉണ്ടാകുവാൻ ഈ താബോർ മല അനുഭവം സഹായിക്കട്ടെ.